ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ ആൺമക്കളെ കൂട്ടിക്കൊണ്ട് 14,000 അടി ഉയരമുള്ള ഒരു മലയിലേക്ക് പോയി. ആ മക്കൾ പരിഭ്രാന്തരായിരുന്നു. അവർക്കത് സാധിക്കുമോ എന്നവർ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു. ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, ഡാഡി, എനിക്കിത് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, നിനക്കത് സാധിക്കും. അവൻ എപ്പോഴൊക്കെ നിൽക്കുന്നുവോ അപ്പോഴെല്ലാം പിതാവ് അവനോട് പറയും, നിനക്കത് സാധിക്കും. എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞവൻ എല്ലാവരെയും പിന്നിലാക്കി ഏറ്റവും മുമ്പനായിട്ട് കൊടുമുടി തൊട്ടു. നിനക്കതിന് സാധിക്കും എന്ന അപ്പൻ്റെ വാക്ക് വിശ്വസിച്ചാണ് അവൻ ആ മല കയറിയത്. മല കയറുമ്പോൾ ഇസഹാക്കിനുണ്ടായിരുന്ന വിശ്വാസവും ഇതുതന്നെയായിരുന്നു. അവനും അവൻ്റെ അപ്പൻ്റെ വാക്കിൽ വിശ്വസിച്ചു. അപ്പൻ അവനോട് പറഞ്ഞിരുന്നു, ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും എന്ന്. എന്നാൽ തൻ്റെ മകൻ്റെ മേൽ കത്തിവെക്കുവാനായിട്ട് ഒരുങ്ങിയ അബ്രാഹാമിൻ്റെ വിശ്വാസം എത്രയോ വലുതായിരുന്നു. ആശയക്കുഴപ്പത്താൽ തകർന്ന മനസ്സായിരുന്നിട്ടും അവൻ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ദൈവം അബ്രാഹാമിനെ പരീക്ഷിച്ചു എന്ന് നാം കാണുന്നു. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അറിയുവാനായി, അവൻ എത്രമാത്രം ദൈവത്തെ ആശ്രയം വെച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനായി. കർത്താവിൽ സ്നേഹമുള്ളവരെ, ദൈവത്തെ വിശ്വസിക്കുകയും അവനിൽ ആശ്രയം വയ്ക്കുകയും ചെയ്യുന്നവരെ ദൈവം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാരവും ദൈവം കരുതിയിട്ടുണ്ട് എന്ന് നാം പാടാറില്ലേ? അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. യഹോവ ഇരേ. ദൈവം അനുഗ്രഹിക്കട്ടെ.